സക്കറിയ ജോർജ് കൂടി ചേരുകയാണ്. ശ്രീ സക്കറിയ ജോർജ്, ഇതിലിപ്പോൾ സിന്ധു എന്ന ബിന്ദു അതിലേക്ക് അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ 2006 മുതൽ കാണാതായിട്ടുള്ള ബിന്ദു പത്മനാഭൻ, 2012 ഐഷ, 2024 ജൈനമ്മ, ഈ 3 കേസുകളിൽ ഈ തിരോധാനത്തിൽ കൃത്യമായ പങ്കുണ്ട് സെബാസ്റ്റ്യന് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് തെളിയിക്കുക എന്നത്? എന്താണ് താങ്കളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഈ കേസിന്റെ മുന്നോട്ട് പോക്കിനെ കുറിച്ച് വിലയിരുത്താൻ സാധിക്കുക? എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്, പോലീസിൻ്റെ ഭാഗത്ത് പ്രൊഫഷണലിസം നമ്മൾ സമൂഹം പ്രതീക്ഷിക്കുന്ന മാതിരിയുള്ളത് ഇല്ല എന്നുള്ളതൊരു സത്യമാണ്. കാര്യം മാൻ മിസ്സിംഗ് കേസസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ചില വീട്ടിലെ കേസുകളിലൊക്കെ നമുക്ക് ഫോട്ടോ കിട്ടാനൊക്കെ, പാവപ്പെട്ട വീട്ടിലൊക്കെ ആണെങ്കിൽ ഫോട്ടോ എടുത്ത് കാണാൻ കഴിയില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് മൊബൈൽ വളരെ കോമൺ ആയതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരുടെ എല്ലാം ഫോട്ടോ സ്റ്റുഡിയോയിൽ പോകാതൊക്കെ അവരുടെ കൈവശം ഉണ്ടാകും, അവർ ഷെയർ ചെയ്തൊക്കെ കാണും. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഈ ഫോട്ടോ സ്വീകരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ലുക്കൗട്ട് നോട്ടീസസ് ഈ മിസ്സിംഗ് കേസിലെല്ലാം കൊടുക്കാം. ഇവിടുത്തെ ചാനലെല്ലാം വളരെയധികം സോഷ്യലി കമ്മിറ്റഡ് ആണ്. അപ്പോൾ ഏത് ചാനലിൽ കൊടുത്താലും അവരും സർക്കുലേറ്റ് ചെയ്യും. ഇടയ്ക്കൊക്കെ ന്യൂസിൻ്റെ ഇടയിലും ഒക്കെ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ ദൂരദർശനമുണ്ട്, ഇതൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പം ഈ മിസ്സിംഗ് ആയ കേസുകളിൽ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പം അതുപോലെ തന്നെ മിസ്സിംഗ് കേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതാത് മാസത്തെ അൺഐഡന്റിഫൈഡ് ഡെഡ് ബോഡി അതുമായിട്ട് കമ്പയർ ചെയ്യണം. അതും പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല, ഡയറക്ഷൻസ് ഉണ്ട്, ചെയ്യാറില്ല. ഏറ്റവും വിചിത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ കാര്യക്ഷമമായ ഒരു സൂപ്പർവിഷൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നില്ലെന്നുള്ളത് ഒരു സത്യമാണ്. ഇപ്പം തന്നെ ഈ 3 ക്രൈംബ്രാഞ്ചുകൾ, ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചും 2 സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുന്നു. എന്തുകൊണ്ട് തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം SIT ഉണ്ടാക്കുന്ന ആൾക്കാർ, ആക്ഷൻ കൗൺസിലുകാരൊക്കെ, രൂപേഷും ആൾക്കാരും ഒക്കെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസിന്റെ തലച്ചോറ് വർക്ക് ചെയ്യണം. സൊസൈറ്റിയിൽ നിന്നല്ല ഒരു എർജ് വരുന്നത്, അതിനു മുമ്പ് അവരുടെ ലീഡർഷിപ്പ് കാണിക്കണം, ടോട്ടൽ റെസ്പോൺസിബിലിറ്റി അവർ പ്രകടിപ്പിക്കണം. അപ്പോൾ കേസുകൾ ഉണ്ടാകുമ്പോൾ തന്നെ സ്റ്റേഷനിൽ വരുന്നു, ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നു, അതിനെല്ലാം പ്രൊസീഡിങ്സ് ഉണ്ട്. ആ പ്രൊസീഡിങ്സ് വരുമ്പോൾ തന്നെ ഈ ഒരാളുമായിട്ട് കണക്ട് ചെയ്താണെന്നുള്ള കേസുകളൊക്കെ ഇവർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ADGP അവിടെ ഉണ്ട്, എന്ത് ചെയ്യുവാണ്? ഞാനൊന്ന് ഇടപെടുന്നത്, ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു ഈ പോലീസിന്റെ എഫിഷ്യൻസിയെ സംബന്ധിച്ച്. ഇതിലിപ്പോൾ 2003, നേരത്തെ ശരണ്യ ഞങ്ങളുടെ പ്രതിനിധി സൂചിപ്പിച്ച് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഏതാണ്ട് 2003 മുതൽ ഈ കുടുംബവുമായി ബിന്ദു പത്മനാഭന് ചില അസ്വാരസ്യങ്ങളുണ്ടോ അല്ലെങ്കിൽ മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. 2005 വരെ ഈ അച്ഛൻ്റെ പെൻഷൻ അങ്ങനെയൊക്കെയുള്ള ചില സാമ്പത്തിക ഇടപാടുകൾ നടന്നിരുന്നു എന്ന് പോലീസിന് കണ്ടെത്താൻ പറ്റുന്നു. പക്ഷേ ഇവിടെ ഒരു മിസ്സിംഗ് കേസ് പരാതിയായി ലഭിച്ചത് ഏറെ വൈകിയാണല്ലോ, ഏതാണ്ട് 2017 കാലഘട്ടത്തിലാണല്ലോ ലഭിച്ചത്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു തിരോധാന കേസാണ്. അത് തെളിയിച്ചെടുക്കുക എന്നത്, പ്രത്യേകിച്ച് 2003, 2005 കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ എത്രത്തോളമൊക്കെ പുരോഗമിച്ചൊരു കാലഘട്ടമെന്ന് ഓർക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിൽ പലപ്പോഴും മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ, ടവറുകൾ അതൊക്കെ കേന്ദ്രീകരിക്കാം, അവസാനമായി സ്പോട്ട് ചെയ്യാം, അത്തരം ചില സാധ്യതകളുണ്ടല്ലോ. പക്ഷേ ഇതിനൊക്കെ അത് സാധിക്കുന്ന ഒന്നായിരുന്നു. അത് അങ്ങനെ നമുക്ക് പറഞ്ഞു മാറാൻ പറ്റില്ല. 2003 ഓക്കെ, 2008 ജനമൈത്രി പോലീസ് വന്നു, കമ്മ്യൂണിറ്റി പോലീസിങ്. അതുപോലെ വലിയ ഡിക്ലറേഷനൊക്കെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വളരെ ആഘോഷപൂർവ്വം നടത്തി. അതായത് ടോട്ടൽ ഹൗസ് വിസിറ്റ്, കേരളത്തിലുള്ള എല്ലാ വീടുകളിലും ജനമൈത്രി പോലീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ചെന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായി. പിന്നെ നമുക്ക് ദൈവം തലച്ചോറ് തന്നേക്കുന്ന ഉപയോഗിക്കാനാണല്ലോ. ഈ വോട്ടേഴ്സ് ലിസ്റ്റ് നോക്കിയിട്ട് വോട്ട് ചെയ്യാത്തവരുടെ, ഇലക്ഷന് വരാത്തവരുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് നോക്കണം. ചിലപ്പം പൊളിറ്റിക്കൽ ഒരു ഇൻ്റർഫിയറൻസ് ഒക്കെ വരുമായിരിക്കും. ഇനി കള്ളവോട്ട് ചെയ്തേ പിടിക്കാനാണോ എന്നുള്ള ഒരു ചിന്തയിലൊക്കെ പോലീസിൻ്റെ നടപടിക്രമങ്ങളിൽ ഇടപെടലുണ്ടാകും. അതിനെയൊക്കെ തട്ടിക്കളയണം. കാര്യം രാജ്യത്തിൻ്റെ ലാർജർ ഇൻട്രസ്റ്റ് ആണ് പോലീസ് നോക്കേണ്ടത്, അല്ലാതെ പൊളിറ്റീഷ്യൻസിൻ്റെ പെറ്റി ഇൻട്രസ്റ്റ് അല്ല. രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റിനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു വൈഡർ റാങ്കിലുള്ള ദേശസ്നേഹം കാണിക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാരൻ്റെയൊക്കെ പെറ്റി ഇൻട്രസ്റ്റുകൾ നിർദ്ദയം തള്ളിക്കളയണം. അപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് എത്ര പേര് വോട്ട് ചെയ്തു, എത്ര പേര് വോട്ട് ചെയ്യാനുണ്ട്, അവരെവിടെ, ഇതൊക്കെ ഒരു റെസ്പോൺസിബിൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഭാഗമാണ്.
ഇപ്പം പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോഴും അവിടെയും വോട്ട് ചെയ്യാത്തവർ ആരൊക്കെയാണ്? കമ്മ്യൂണിറ്റി പോലീസിങ് എല്ലാ വീട്ടിലും പോകുന്നുണ്ട്. ആ ലിസ്റ്റ് കൊടുത്തിട്ട് ആൾ ജീവിച്ചിരിപ്പുണ്ടോ, വിദേശത്ത് പോയോ, ഇതൊക്കെ നമുക്കൊരു ഡാറ്റാ ബാങ്ക് വേണം. യെസ്. നമ്മൾ എന്തിനാണ് ഗുഡ് ഗവേണൻസിന് വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. അല്ലാതെ നമ്മൾ സോമാലിയയും അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ഇരുണ്ട സ്റ്റേറ്റുമായിട്ട് കൺട്രീസുമായിട്ടല്ല നമ്മൾ മത്സരിക്കേണ്ടത്. നമ്മൾ പുരോഗതിയാണ്. എല്ലാവരും പിന്നെ 2020 ഇന്ത്യ ബിഗ് പവർ, പിന്നെയും പറയുന്നു 2047 അത്ഭുതങ്ങൾ കാണിക്കുമെന്ന്. ഈ അത്ഭുതങ്ങളൊക്കെ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ മെഷീനറി ഇതിനു വേണ്ടി ഉപയോഗിക്കണം. അതിന് തലച്ചോറുള്ളവനും കമ്മിറ്റ്മെന്റ് ഉള്ളവനും മേലിൽ വേണം. തീർച്ചയായും താങ്കൾ അത് പറയുമ്പോൾ തീർച്ചയായും വിമർശനങ്ങൾ വിമർശനമായി തന്നെ ഉൾക്കൊള്ളുകയാണ്. പക്ഷേ ഇപ്പോഴിതാ ഈ മൃതദേഹം അവശിഷ്ടം അല്ലെങ്കിൽ അസ്ഥികൂടം കണ്ടെത്തിയതിനെ തുടർന്നാണല്ലോ ഇപ്പോൾ ഈ പോലീസ് ഇങ്ങനെയൊക്കെ എത്തി നിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ 2020 സിന്ധു എന്ന ബിന്ദുവിൻ്റെ തിരോധാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് അന്വേഷണത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു തുമ്പ് കിട്ടിയപ്പോൾ അതിൽ പിടിച്ചു കയറാൻ നമ്മുടെ കേരള പോലീസ് തയ്യാറാകുന്നു എന്നത് അഭിനന്ദനീയാർഹമായ ഒന്നല്ലേ? അങ്ങനെ കൂടി കാണണ്ടേ അഭിനന്ദനമൊക്കെ ഉണ്ട്. ഞാനിന്ന് ഒരു പത്രത്തിലെ വാർത്ത കണ്ടിരുന്നു. ഈ ജൈനമ്മയുടെ ഒരു പല്ലില് ക്യാപ്പ് ഉണ്ടെന്ന്. ക്യാപ്പ് ഇട്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഡെന്റൽ എവിഡൻസ് ആണ്. ഫോറൻസിക് ഓഡോntologistനെ പല്ല് കാണിക്കണം. അതിന് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഫോറൻസിക് ഓഡോntologistനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വന്ന് പരിശോധിച്ചിട്ട് ഈ ക്യാപ്പ്, അതിനകത്ത് പറയുന്ന ക്യാപ്പ് ഇട്ടതാണോ ഇനി വേറെ എന്തെങ്കിലും പിന്നെ എന്താണ് ൂത്തിനുള്ള ഒരു മാൽ ഡെഫിഷ്യൻസിയോ വല്ലതും കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ഒരു കാൽക്കേറിയസ് ഡിപ്പോസിഷന്റെ ഭാഗമാണോ എന്നൊക്കെ അവർക്ക് സംശയമുള്ളതായിട്ടൊക്കെ പറഞ്ഞു. പക്ഷെ എന്തിനു താമസിക്കുന്നു? പോലീസ് ജീപ്പ് കിടപ്പുണ്ടല്ലോ. ഇപ്പൊ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. 2 വണ്ടിയുണ്ട് മിക്ക സ്റ്റേഷനിലും. പിന്നെ ചിലയിടത്തൊക്കെ 3 ഉണ്ട്. കാര്യം SHO CIക്ക് വണ്ടിയുണ്ട്, ലോ ആൻഡ് ഓർഡറിന് വണ്ടിയുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഈ വണ്ടി കൊടുത്തു വിട്ടിട്ട് ഒരു ഫോറൻസിക് ഓഡോntologistനെ കൊണ്ടുവന്ന് കാണിക്കണം. കാണിച്ചു കഴിഞ്ഞിട്ട് ഇത് ക്യാപ്പിട്ട പല്ലാണ് എന്ന് കണ്ടാൽ അറിയില്ല. ഡെന്റൽ ഡോക്ടേഴ്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കണം. ഇവരുടെ ഫോട്ടോ ഉണ്ടല്ലോ, ഇവരുടെ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒരാളെ നിങ്ങൾ ട്രീറ്റ് ചെയ്തോ എന്ന് ചോദിക്കണം. അത് ചോദിച്ചു കഴിഞ്ഞിട്ട് ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് എല്ലാ ഡെന്റൽ പിന്നെ കെയറിനും അല്ലെങ്കിൽ പിന്നെ ഇന്റർവെൻഷനും അവിടെ തീർച്ചയായിട്ടും ഒരു കേസ് ഷീറ്റ് കാണും. ആ കേസ് ഷീറ്റ് എടുത്ത് ഇവരെ ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പം അവിടെ മൊബൈൽ നമ്പർ കാണും. ഇതൊക്കെ ഇപ്പം ഡീറ്റെയിൽസ് എല്ലാം വളരെ പേഴ്സണൽ ഡീറ്റെയിൽസും ഡാറ്റയൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോലും ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത്. ശരിയാണ്. ആ നിലയിലുള്ള പരിശോധനകൾ തുടരുന്നു എന്നാണ്. താങ്കൾക്ക് പൊതുവെ എന്താണ് ഇപ്പോൾ നിരീക്ഷിക്കാൻ പറ്റുന്നത്? ഈ സെബാസ്റ്റ്യന്റെ ലക്ഷ്യം പണം എന്നത് മാത്രമായിരുന്നോ എന്നാണോ നമുക്ക് അനുമാനിക്കേണ്ടത്? ഒരു പക്ഷേ 2006 ബിന്ദു പത്മനാഭന് മുമ്പും ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അവരെക്കുറിച്ചുള്ള പരാതികൾ വരാത്തതാണോ എന്ന് സംശയമുണ്ടോ? അല്ല, അതിനകത്ത് സുപ്രീം കോടതി റേപ്പും പിന്നെ അതിനെ കൺസെൻഷ്വൽ സെക്സുമായിട്ടൊക്കെ കൂട്ടിക്കലർത്തി ഓർഡർ ഇട്ട് കഴിഞ്ഞപ്പോഴേ ഈ പറയുന്ന പിന്നെ എക്സ്ട്രാ മാരിറ്റല് സെക്ഷൽ ലൈഫ് ഒത്തിരി പേർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് ചെറുപ്പക്കാർക്കും ഉണ്ട്, പ്രായമുള്ളവർക്കും ഉണ്ട്, ആർക്കും ഉണ്ടാകാൻ ഒരു ഫ്രീ ഫോർ ഓൾ പോലാണ്. അപ്പോൾ പോലീസിന് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പ്രയാസമാണ്. ആക്ച്വൽ റേപ്പ് ആണോ അതോ കൺസെൻഷ്വൽ സെക്സ് ആണോ? 18 വയസ്സ് 16 ആക്കി, 16 വയസ്സിന് താഴെയാണെങ്കിൽ കൺസെന്റ് ഉണ്ടെങ്കിലും ദാറ്റ് ഈസ് റേപ്പ്. പക്ഷേ ബാക്കിയുള്ള കേസുകൾക്കകത്ത് ദിവസവും മാറി മറിച്ചും പറയുന്നത്, ഞാൻ ഇടുക്കി ക്രൈംബ്രാഞ്ചിലുള്ളപ്പം 3 164 സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യേണ്ടി വന്നു. 3 രീതിയിലാണ് പറയുന്നത്. അവസാനം അവരോട് 3ാമത്തെ എടുത്തപ്പോഴേ, കാര്യം ആദ്യത്തേതിൽ ഒന്ന് പറഞ്ഞു, രണ്ടാമത് വേറൊന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കാശ് കിട്ടിക്കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള മ്ലേച്ഛത്തരങ്ങൾ ആൾക്കാര് ഇരകൾ വരെ കാണിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. അപ്പൊ 3ാമത്തെ എടുത്തു കഴിഞ്ഞപ്പോൾ ഓഫീസർ, അന്വേഷണ ഉദ്യോഗസ്ഥൻ എൻ്റെ മുഖത്ത് നോക്കി, ഞാനെന്ന് SP ക്രൈംബ്രാഞ്ചിലാണ്. ഞാൻ പറഞ്ഞു, അവസാനം ഒരു ചോദ്യം കൂടെ ചോദിപ്പിക്കണം. ഈ പറയുന്ന ഇതിലെ 3 164 ഏതാണ് ശരിയെന്ന് ചോദിച്ചു. എന്നിട്ടാണ് കേസ് ഡിസ്പോസ് ചെയ്യേണ്ടി വന്നത്. അപ്പം ദിവസവും തിരിച്ചും മറിച്ചും പറയുന്ന വാല്യൂ ഇറോഡഡ് സൊസൈറ്റി, ഹൈലി ഹിപ്പോക്രാറ്റിക് ഉള്ള ഒരു സിസ്റ്റത്തിനകത്ത് ഇത് പോലീസിന്റെ ജോബ് വളരെ ടഫാണ്. എന്തായാലും ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഡോക്ടർ